ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ വയനാട് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐസ്ക്രീമാണ്, ബട്ടർസ്കോച്ച് ഐസ്ക്രീം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയുള്ള ഐസ്ക്രീമാണ്. ആ ഒരു ക്രഞ്ചിനെസ്സോട് കൂടിയുള്ള ഒരു പ്രത്യേകതരം ഐസ്ക്രീമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, ഈ ഐസ്ക്രീമിന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. മിക്സി ഉപയോഗിച്ചും ബീറ്റർ ഉപയോഗിച്ചും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ഐസ്ക്രീമാണ്. വീഡിയോയിലേക്ക് പോകാം. ബട്ടർസ്കോച്ച് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കാരമലൈസ് ചെയ്യാം. സൈഡിൽ നിന്നൊക്കെ പതുക്കെ ഇങ്ങനെ കാരമലൈസ് ചെയ്ത് വരുന്നുണ്ട്. സൈഡിൽ നിന്നൊക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പഞ്ചസാര ഒക്കെ ഒരുവിധം മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു പാടങ്ങ് ഡാർക്ക് ആക്കണ്ട, ലൈറ്റായിട്ടുള്ളൊരു ഗോൾഡൻ കളർ മതി. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. സാൾട്ടഡ് ബട്ടറാണ്. ബട്ടർ ഒന്ന് മെൽറ്റായാൽ മതി. ഒരുപാട് സമയമൊന്നും വെക്കരുത്. തീ വളരെ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് കട്ട കിട്ടിയിരിക്കും. അതൊന്നും കുഴപ്പമില്ല. അതവിടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴേക്കും അതെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് അതെല്ലാം മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതെല്ലാം നല്ല ചായയുടെ കളറായിട്ടുണ്ട്. നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് ഉണ്ട്, ടൈഗറിൻ്റെ, അതൊരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ബട്ടർസ്കോച്ചിൻ്റെ മിക്സ് 10 ഡ്രോപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സ്പൂണിലേക്ക് 10 ഡ്രോപ്പ് ഒഴിക്കാം. കറക്റ്റ് 10 ഡ്രോപ്പാണ് ഒഴിക്കുന്നത്. ഇളക്കി കൊടുക്കാം. ബട്ടർസ്കോച്ചിൻ്റെ മിക്സ് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബട്ടർസ്കോച്ച് ഐസ്ക്രീമിന് ഇതിൻ്റെ ടേസ്റ്റ് വരണം, അതിനാണ്. ഇനി ബട്ടർസ്കോച്ച് കിട്ടാത്തവർക്കാണെങ്കിൽ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തില്ലേ, കാരമലൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കളർ ആക്കിയതിന് ശേഷം ബട്ടർ ഇട്ടാൽ മതി. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ബട്ടർസ്കോച്ചിൻ്റെ മിക്സ് ചേർക്കുമ്പോഴാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫ്ലേവറിൽ വരുന്നത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തണുക്കട്ടെ. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 1 കപ്പ് ക്രീമാണ് എടുക്കുന്നത്. ഇനി വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. മിക്സിയിലാണ് ക്രീം അടിച്ചെടുക്കുന്നതെങ്കിൽ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നല്ലവണ്ണം തണുപ്പിച്ചെടുക്കണം. ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ആദ്യം ലോ സ്പീഡിലിട്ട് പിന്നെ ഹൈ സ്പീഡിൽ അടിച്ചെടുക്കാം. അധികമൊന്നും അടിക്കണ്ട, സ്റ്റിഫ് ആവണ്ട, ഒത്തിരി കട്ടിയാവണ്ട, കുറച്ച് ലൂസ് പരുവത്തിൽ വന്നാൽ മതി. ഇനി ഇതിലേക്ക് ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ. ഇനി ഇത് ലോ സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഇത്രയും മതി. സൈഡിൽ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉണ്ടാവുക. ഇനി ഇത് അടച്ചു വെച്ച് ഫ്രീസറിൽ വെക്കാം. കറക്റ്റ് 1 മണിക്കൂർ വരെ വയ്ക്കണം. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ബദാം ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മാത്രം എടുത്താൽ മതി. അതിനകത്ത് കടിക്കാനായിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ള നട്ട്സ് വേണം, അതിനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. റോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റാം. ആ പാനിൽ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് കാരമലൈസ് ചെയ്ത് വരട്ടെ. ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഒരുപാട് സമയം വെക്കരുത്, കരിഞ്ഞു പോകാൻ പാടില്ല, കരിഞ്ഞ ടേസ്റ്റ് വരരുത്. അതുകൊണ്ട് ഒരുപാട് അങ്ങ് ഡാർക്ക് കളർ വരുത്തണ്ട. ഈ സമയം നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച ബദാം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ബട്ടർ ചേർക്കുന്നില്ല. സാധാരണ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിലൊക്കെ പ്രളയൻ ഉണ്ടാക്കുമ്പോൾ ബട്ടർ ചേർക്കാറുണ്ട്. പക്ഷേ ഇതിൽ ബട്ടർ ചേർക്കുന്നില്ല. കാരണം നമ്മൾ ഐസ്ക്രീമിലാണ് ഇടാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ആ ഒരു ക്രഞ്ചിനെസ് നഷ്ടപ്പെട്ടു പോകും. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ. നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. പ്ലേറ്റിൽ നിന്ന് എടുക്കാം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. സാധാരണ കേക്കിന് പ്രളയൻ പൊടിക്കില്ലേ, അതുപോലെയല്ല, കുറച്ചുകൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് പൊടിക്കണ്ട, ഇതുപോലെ ഒന്ന് കുത്തി പൊടിച്ചാൽ മാത്രം മതി. കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരുപാട് അങ്ങ് തണുത്തിട്ടില്ല, കട്ടിയുമായിട്ടില്ല, കുറച്ച് തിക്കായിട്ടുള്ള പരുവത്തിലാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് എല്ലായിടത്തും അങ്ങ് ഇളക്കി കൊടുക്കാം. ഫ്രീസറിൽ നിന്ന് 1 മണിക്കൂറിൽ തന്നെ എടുക്കണം. അതിൽ കൂടുതലാവാൻ പാടില്ല. എല്ലായിടത്തും ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബദാമും അണ്ടിപ്പരിപ്പിൻ്റെ മിക്സും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഒഴിച്ച് വയ്ക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ എല്ലാം കൂടി അടിയിൽ തന്നെ കിടക്കുകയുള്ളൂ. നമുക്ക് ആവശ്യമുള്ള മാത്രം ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി അടച്ചു വെച്ച് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ നമുക്ക് ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത്. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം. 10 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ വെച്ച ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. സ്കൂപ്പ് ചെയ്തെടുക്കാം. ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ എടുക്കുവാണ്. ഇപ്പോൾ കണ്ട ഐസ്ക്രീമിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ തന്നെ ഉണ്ട്. ഒരു സ്കൂപ്പും കൂടി വെച്ച് കൊടുക്കുവാണ്. ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പ്രളയൻ പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, കഴിക്കാൻ അതിലെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ബദാമിൻ്റെയൊക്കെ ആ ക്രഞ്ചിനെസ്സൊക്കെ അതേപോലെ തന്നെയുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐസ്ക്രീമിൻ്റെ റെസിപ്പി. നല്ല സിമ്പിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.